മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ എല്ലാവരും ഇപ്പോൾ അല്ലെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ എങ്ങനെ നമുക്ക് പേടിയില്ലാതെ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ മലയാളം പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് മലയാളത്തിൽ നമുക്ക് 40 മാർക്ക് കിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ കുറച്ച് ടിപ്പുകളും നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാനാണ് അല്ലെ. ഇനി വളരെ കുറച്ച് ദിവസവും സമയമൊക്കെ നമ്മളെ മുമ്പിലുള്ളൂ. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. കാരണം നമ്മളെല്ലാം അടിപൊളിയായിട്ട് പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യും, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആകും. നമ്മൾ സൂപ്പറായിട്ട് പരീക്ഷ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പൊടിക്കൈകൾ, കുറച്ച് ടിപ്പുകളാണ് ടീച്ചർ എന്ന് പറയാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അല്ലെ, നമ്മളുടെ ഒരു ചോദ്യ പേപ്പറിന്റെ ഘടനയാണ് അല്ലെ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ എന്താണ്? ഇതിൽ 40 എന്ന് പറയുന്ന ഈ ഒരു സംഖ്യയാണ്. എന്താ അതിന്റെ പ്രശ്നം? 40 മാർക്കല്ല പ്രശ്നം. എന്താണ് പ്രശ്നം? അത് 1.5 മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മൾ എഴുതിയെടുക്കണം എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെ. അപ്പൊ അത് വലിയ പ്രശ്നമൊന്നും അല്ല. അപ്പൊ ആ 1.5 മണിക്കൂർ നമ്മൾ എങ്ങനെ വിനിയോഗിച്ചാലാണ് നമുക്ക് ഈ പറയുന്ന 40 മാർക്കും A+ ഒക്കെ ആർക്കും കിട്ടും മലയാളത്തിൽ. നമ്മുടെ ലക്ഷ്യം എന്താണ്? 40 മാർക്കാണ്. അതിൽ കുറഞ്ഞ കളികളൊന്നും നമുക്കില്ല കേട്ടോ. 40 മാർക്കും കൊണ്ടേ നമ്മൾ പോരാവൂ. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഇന്നോളം പഠിച്ചു വന്നിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ആ മാർക്ക് വാങ്ങിയെടുക്കുക തന്നെ വേണം കേട്ടോ. അത് ഭയങ്കര കിട്ടാക്കനിയൊന്നും അല്ല മലയാളത്തിലെ 40 മാർക്ക്. ഇച്ചിരി ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ, ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കുറച്ച് നമ്മളെ കോമൺ സെൻസും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന 40 മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 1.5 മണിക്കൂറാണ് നമുക്ക് വില്ലനായി വരുന്നത്. അപ്പൊ ആ 1.5 മണിക്കൂറിനെ എങ്ങനെ നമുക്ക് കഷ്ണങ്ങളായി മുറിക്കാം, അല്ലെ എങ്ങനെ അത് 7 മാർക്കിന് കൊടുക്കാം, എങ്ങനെ അത് 5 മാർക്കിനും 3 മാർക്കിനും 1 മാർക്കിനും ഒക്കെ വീതിച്ച് കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അല്ലെ. കാരണം മലയാളത്തിൽ നമ്മൾ ആരും ചോദ്യം അറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഉത്തരം എഴുതാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആർക്കും മാർക്ക് പോവില്ല. കാരണം എന്താണ്? നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. കാരണം മലയാളമല്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പണ്ടത്തെ പോലെ അല്ലെ, പശുവിനെ പിടിച്ചിട്ട് നമ്മൾ തെങ്ങിൽ കെട്ടിയിട്ട് തേങ്ങിനെ കുറിച്ച് എഴുതുന്ന പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മലയാളത്തിൽ എഴുതും എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്, നിങ്ങളത് എഴുതുന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്? ഈ ടൈമാണ്. അത് നമ്മൾ ആര് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? അതിനെയാണ് നമ്മൾ ആദ്യം മാനേജ് ചെയ്ത് പഠിക്കേണ്ടത് അല്ലേ. അപ്പോൾ 1.5 മണിക്കൂർ എന്ന് പറയുന്ന ഈ പരീക്ഷയ്ക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആദ്യം ഒരു 15 മിനിറ്റ് നമുക്ക് തരുന്നുണ്ടല്ലോ, സമാശ്വാസത്തിന് തരുന്നുണ്ടല്ലോ. അതങ്ങ് ഇരുന്ന് ആശ്വസിക്കാതെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ 15 മിനിറ്റ് സമയം ഉണ്ടല്ലോടാ, അത് നന്നായി വിനിയോഗിക്കുന്ന ഒരു കുട്ടിക്ക് നല്ല അടിപൊളിയായിട്ട് ആ 15 മിനിറ്റ് എന്താണ് ചോദ്യങ്ങളൊക്കെ വായിച്ച് സെറ്റായിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഈ 1.5 മണിക്കൂറിൽ പുഷ്പം പോലെ 40 മാർക്ക് എഴുതിയെടുക്കുമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ 15 മിനിറ്റ് എന്ത് ചെയ്യാം, നമ്മൾ 1 മുതൽ 12 വരെ ആയിരിക്കും നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. അത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ മനസ്സിരുത്തി വായിക്കേണ്ട ഒരു സമയമാണ് ഇത് 15 മിനിറ്റ് സമയം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് A അല്ലെങ്കിൽ B ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് 7-ാമത്തേതിനും 12-ാമത്തെ ചോദ്യത്തിനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അത് ബാക്കിയുള്ള ചോദ്യത്തിനൊന്നും അത് ബാധകമല്ല. എനിക്ക് 6-ാമത്തെ ചോദ്യം അറിയില്ല, പക്ഷെ എനിക്ക് 7-ാമത്തേൻ്റെ Aയും Bയും അറിയാം. അതുകൊണ്ട് ഞാൻ അത് രണ്ടും എഴുതി. അതുകൊണ്ട് 6-ാമത്തേന് മാർക്ക് കിട്ടും. അതിലൊന്നും അർത്ഥമില്ല കേട്ടോ. നമ്മൾ 7-ാമത്തതിൽ A ഓർ B മാത്രം നമുക്ക് എഴുതാം, A അല്ലെങ്കിൽ B മാത്രം എഴുതാം. ഓക്കെ, അതുകൊണ്ട് എല്ലാ ചാപ്റ്ററും നമ്മൾ പഠിക്കണം. പണ്ടത്തെ പോലെ നമുക്ക് 5 ഏതെങ്കിലും 4 എഴുതിയാൽ മതി എന്നുള്ള ചോദ്യമല്ല, അറിയാത്തത് ഒഴിവാക്കാമായിരുന്നു. ഇവിടെ അത് പറ്റില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാ പാഠങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതും കൂടെ നമ്മൾ ഓർക്കുക. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. എന്താണത്? ഉത്തരം എഴുതുമ്പോൾ സ്കോർ, സമയം എന്നിവ പരിഗണിക്കണം. എന്താണ്? മാർക്കും സമയവും എന്ത് ചെയ്യണം, നമ്മൾ ഉത്തരം എഴുതുമ്പോൾ പരിഗണിക്കണം. അല്ലാതെ 3 മാർക്കിന്റെ ചോദ്യത്തിന് നമ്മൾ 1.5 മണിക്കൂർ സമയം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 1.5 മണിക്കൂർ പിന്നെ അതിനല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ 3 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത് 1, 2 പോട്ടെ 2, 3 മാക്സിമം 4 സെന്റൻസിൽ എന്ത് ചെയ്യണം, ഈ 3 മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മൾ നിർത്തണം. ഇനി ആ 7 മാർക്കിന്റെ ചോദ്യം ആകുമ്പോഴോ ഒരു പുറത്തിലാണ് നമ്മൾ എഴുതേണ്ടത് അല്ലെ. 7 മാർക്കിന്റെ ചോദ്യങ്ങൾ ഒരു പുറത്തിൽ. 7 മാർക്കിന് പലപ്പോഴും നമുക്ക് ഈ മാതൃകാ ചോദ്യങ്ങൾ ഏതൊക്കെയായിരിക്കും വരിക? ഉപന്യാസമായിരിക്കാം, അല്ലെങ്കിൽ ആസ്വാദനക്കുറിപ്പായിരിക്കാം, പ്രഭാഷണം, പ്രസംഗം, മുഖപ്രസംഗം. ഈ ഒരു പാറ്റേണിലായിരിക്കും നമുക്ക് അധികം കഥാപാത്ര നിരൂപണം ഒക്കെ ആയിരിക്കും വരിക അല്ലെ. അപ്പൊ അതിന്റെ ഘടന അല്ലെ, അതിന്റെ കാര്യങ്ങള് അതൊക്കെ ഒരു പുറത്തിലാണ് നമ്മളത് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ
7 മാർക്കിന്റെ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര സമയം കൊടുക്കണടാ 7 മാർക്കിന്റെ ചോദ്യത്തിന്? മാക്സിമം 15 മിനിറ്റ് സമയമാണ്. മോഡൽ എക്സാമിനും ക്രിസ്മസ് എക്സാമിനും എനിക്ക് തോന്നുന്നു 7 മാർക്കിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് പബ്ലിക് എക്സാമിനും ഒരു ചോദ്യം ഉണ്ടാവും എന്ന് വിചാരിക്കുക അല്ലെ. ഇനി 5 മാർക്കിന്റെ ഒരു ചോദ്യമാണെങ്കിൽ നമ്മൾ അതിന് മാക്സിമം 10 മിനിറ്റ് സമയമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ആ മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ. ആദ്യത്തെ 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ 4 എഴുതണം, ഓരോരോ മാർക്കാണ് കേട്ടോ. ഏതെങ്കിലും ഒന്നൊന്നും ഒഴിച്ചിടാനൊന്നും പറ്റില്ല, 4 നിർബന്ധമായിട്ടും എഴുതേണ്ടതാണ്. ചോലക്കാട്ടിലെ നീർക്കാക്ക മുങ്ങിയ കുഴിയിൽ മീനുകൾ വീട്ടുതിണ്ണ കെട്ടുന്നു അല്ലെ, ഏട്ടക്കൂരി എന്ന് പറയുന്ന നമ്മുടെ ഗോത്ര കവിതയിലെ വരികളാണ്. ഇവിടെ സൂചിതമാകുന്നത് എന്ത് എന്നാണ് ചോദ്യം. എന്താണ് സൂചിതമാകുന്നത്? നീർക്കാക്കകളോടുള്ള മീനുകളുടെ സ്നേഹമാണോ? ഒരിക്കലും അല്ല. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അതിജീവനത്തിന്റെ ശ്രമമാണോ? തീർച്ചയായിട്ടും അല്ലെ. പിന്നെ ഏതാണ് ഓപ്ഷൻ വരുന്നത്? മനുഷ്യജീവിതത്തിന്റെ സൗന്ദര്യം, മീനുകൾക്കിടയിൽ ഐക്യമില്ലായ്മ. ഇതൊന്നും അല്ല, ചോദ്യം വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അല്ലെ. ഏതാണ്? പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അതിജീവനത്തിന്റെ ശ്രമമാണ് ഇവിടെ കാണുന്നത്, ഈ ഒരു വരിയിൽ കാണുന്നത്. കുടുംബജീവിതത്തിലെ സ്നേഹവാത്സല്യത്തിന്റെ വിഗ്രഹാർത്ഥമാണ് ചോദിച്ചത്. ചോദ്യം അറിയില്ലെങ്കിൽ 2 or 3 തവണ ആവർത്തിച്ച് വായിക്കുക. എന്നിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നാമത്തെ എഴുതി രണ്ടാമത്തെ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ വിട്ടോളൂ. ലാസ്റ്റ് 5 minutes ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയെങ്കിലും എടുത്തോളാം. അല്ലെങ്കിൽ നമ്മൾ എഴുതി ലാസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കൊക്കെ അത് ഓർമ്മയിൽ വരും. അല്ലാതെ ആ 2 മാർക്കിൻ്റെ അല്ലേ, രണ്ടാമത്തെ ചോദ്യം കിട്ടിയില്ല പറഞ്ഞിട്ട് അരമണിക്കൂർ അതും കൊണ്ടിരിക്കാൻ പാടില്ല. അറിയില്ലേ, അവിടെ വിടുക, അടുത്ത ചോദ്യം എഴുതുക. എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങി തിരിച്ച് അതിൻ്റെ ഉത്തരം നമ്മളെ കയ്യിൽ കിട്ടും. എടേ, നിങ്ങൾ വിശ്വസിക്കേ, എവിടെന്നെങ്കിലുമൊക്കെ നമുക്കത് കിട്ടും അല്ലെ. ഇല്ലെങ്കിൽ അവസാനം നമുക്കത് ഓർമ്മ വരും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യരുത്, അരമണിക്കൂർ 1 മണിക്കൂറൊന്നും വെയിറ്റ് ചെയ്യരുത്. ലാസ്റ്റ് ഒരു 5 minutes ഒക്കെ അതിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഉത്തരം ഏതാണ്? സ്നേഹവും വാത്സല്യവും എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഉത്തരം. ഓക്കെ, മൂന്നാമത്തെ എന്താണ്? പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറെങ്കുള്ളോളെ അല്ലെ. ഏതായിരുന്നു? ഗൽബിലെ നിലാവ് എന്ന് പറയുന്ന നാടകഗാനമാണ്. ഈ ആശയത്തിന് യോജിച്ച പ്രസ്താവന ഏതാണെന്നാണ് അല്ലെ. പഞ്ചവർണ്ണ പൈങ്കിളിയാണ് അല്ലെ. എത്രമാത്രം സൗന്ദര്യമുള്ള പക്ഷിയോടാണ് ആരോപിച്ചത്? നായികയെ ഉപമിച്ചത്. പ്രകൃതിയിലുള്ള പല അല്ലെ സൗന്ദര്യമുള്ള സാധനങ്ങളോടും എന്ത് ചെയ്യാണ്, ആ നായികയെ വർണ്ണിക്കുകയാണ് നായകൻ ചെയ്യണം അല്ലെ. ആ റെങ്ക് എന്നുള്ള വാക്കിന് തന്നെ എന്താണ്, അതേ അർത്ഥമാണ് നൽകുന്നത്. ഭംഗി എന്ന് പറയുന്ന ഒരു അല്ലെ, എത്രമാത്രം സൗന്ദര്യമുള്ളൊരു നായികയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ഏതാണ് ഉത്തരം വരുന്നത്? ആകർഷകമായ സൗന്ദര്യത്തിനുടമയാണ് ആര്? നായിക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അടുത്തത്, എങ്ങാനുമുണ്ടോ വെട്ടം ചുറ്റുമീ ഉൾനാട്ടിലൻ ചങ്ങാതിമാർദ്ദൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ. ഏതാണ്? വിഷുക്കണി എന്ന നമ്മളുടെ കാവ്യഭാഗത്തിലുള്ള വരികളാണ് അല്ലെ. അപ്പൊ കാവ്യ സന്ദർഭത്തിൽ വെട്ടം എന്ന പ്രയോഗത്തിന്റെ സവിശേഷ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ വെട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ കരുണയും അധികാരം ദാരിദ്ര്യം ഒന്നും അല്ല, എന്താണ്? സമൃദ്ധിയാണ്. വിഷു എന്ന് പറയുന്നത് ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ ഒക്കെ അല്ലെ ഉദാഹരണമാണ്. അപ്പൊ എങ്ങാനുമുണ്ടോ, എവിടെയെങ്കിലും വെട്ടമുണ്ടോ, സമൃദ്ധിയുണ്ടോ അല്ലെ. എവിടെ എല്ലാ വീടുകളിലും എന്താണ്? ദാരിദ്ര്യമാണ്. അപ്പൊ ഇവിടെ ഇരുട്ട് എന്നുള്ളതിന് ദാരിദ്ര്യം എന്നുള്ളൊരു അർത്ഥം വരുമ്പോൾ സ്വാഭാവികമായിട്ടും വെട്ടം എന്ത് തന്നെയാണ്? സമൃദ്ധി തന്നെയാണ്. അടുത്തത് നമ്മളുടെ അർത്ഥവ്യത്യാസം വരാതെ 3 വാക്യമാക്കുക എന്ന് പറയുന്ന ചോദ്യമാണ്. കുറേ മക്കളെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലും കുറേ ഓഫ്ലൈനിലുള്ള എൻ്റെ മക്കളൊക്കെ എന്നോട് സംശയം ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഇതെന്തിനാ അപ്പോൾ അത്രയും സംശയത്തിൻ്റെ ആവശ്യം എനിക്കറിയില്ല. കാരണം നമ്മളിത് 2 വാക്യമാക്കുന്ന പോലെ തന്നെയാണ് 3 വാക്യമാക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് ആ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ നന്നായിട്ട് അല്ലെ ഈ അർത്ഥവ്യത്യാസം വരാത്ത വാക്കുകൾ അല്ലെ വരാതെ വാക്കുകൾ 3 വാക്യാക്കാനൊക്കെ പറയുമ്പോൾ അത് വായിക്കുക. 2 വാക്യമാക്കാൻ പറയുമ്പോൾ നന്നായിട്ട് വായിക്കണം. അതിന്റെ ആശയമാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ആദ്യം മനസ്സിലാവേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ്? തന്നിരിക്കുന്ന വാക്യത്തിന്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കുക. പിന്നെ വാക്യത്തെ അർത്ഥവ്യത്യാസം വരാതെ എവിടെ വെച്ച് മുറിക്കാനാവുമെന്ന് നോക്കുക. നമുക്ക് തോന്നുന്നിടത്തിൽ കൊണ്ടുവച്ച് മുറിക്കരുത്. വാക്യത്തെ അർത്ഥവ്യത്യാസം വരാതെ എവിടെ വെച്ചാണോ മുറിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. പൂർണ്ണ അർത്ഥം നൽകുന്ന ഒരു വാക്യമായിട്ട് അതിനെ മുറിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? പൂർണ്ണ അർത്ഥം തരണം അല്ലെ. അത് പൂർണ്ണമായ വാക്യം. ഇപ്പൊ തിന്ന് അല്ലെങ്കിൽ തിന്നു, കുടിച്ചു, വന്നു എന്നൊക്കെ പറയുന്നത് പൂർണ്ണ അർത്ഥം തരുന്നതാണ്. അല്ലാണ്ട് തിന്ന, കഴിച്ച, പോയ എന്നൊക്കെ പറയുമ്പോൾ അത് അപൂർണമാണ് അല്ലെ. അപ്പൊ പൂർണ്ണ അർത്ഥം തരുന്ന വാക്യത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളത് വാക്യത്തെ അവസാനിപ്പിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പൊ ഏതാണ് ഇവിടെ, എങ്ങനെയാണ് ഉത്തരം വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശാസ്ത്രവിജ്ഞാനവും ശാസ്ത്രാവബോധവും വളർത്തുകയും ശാസ്ത്ര മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വിശദീകരിച്ചുകൊണ്ട് മനുഷ്യരെ ശുഭാപ്തി വിശ്വാസികളാക്കി മാറ്റുകയും ചെയ്യുക എന്നതൊരു പ്രധാന കർമ്മ പദ്ധതിയായി ഏറ്റെടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ എന്താണ് അവിടെ ആശയമായിട്ട് വരുന്നത്, എന്താണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്, എങ്ങനെയാണ് 3 വാക്യമാക്കുക?
ശാസ്ത്ര വിജ്ഞാനവും ശാസ്ത്രാവബോധവും വളർത്തുകയും എന്ന് വേണ്ട അല്ലെ, വളർത്തുക എന്നാക്കുക അത് അല്ലെ, വളർത്തുക. പിന്നെയോ ശാസ്ത്രം മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വിശദീകരിച്ചുകൊണ്ട് മനുഷ്യരെ ശുഭാപ്തി വിശ്വാസികളാക്കി മാറ്റുക അല്ലെ, അതിനെ ശുഭാപ്തി വിശ്വാസികളായിട്ട് മാറ്റുക. എന്നിട്ടൊരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക അല്ലെ, വളർത്തുകയിലും ഫുൾ സ്റ്റോപ്പ്. എന്നിട്ടോ ഇവ അല്ലെ, ഇവ രണ്ടും എന്നാക്കുക അല്ലെ, ഇവ രണ്ടും എന്താണ് ഒരു പ്രധാന കർമ്മ പദ്ധതിയായി ഏറ്റെടുക്കേണ്ടതുണ്ട്. ആയോ? ഒരു അല്ലെ അർത്ഥവ്യത്യാസം വരാതെ 3 വാക്യമായോ? അങ്ങനെ സിമ്പിളായിട്ട് എന്താണ് നമ്മൾ വാക്യത്തെ എവിടെ വെച്ച് മുറിക്കണമെന്നും പൂർണ്ണ അർത്ഥം തരുന്ന ഒരു വാക്യമായതിനെ അവസാനിപ്പിക്കണം അല്ലെ, നിർത്തലോടുകൂടി അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്തു, നമുക്ക് അതിന്റെ ഉത്തരം കിട്ടി അല്ലെ. അപ്പൊ സിമ്പിളായിട്ട് നമ്മൾ അത് എഴുതില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്തു, 3 വാക്യമായി അർത്ഥവ്യത്യാസം വരാതെ അത് ലഭിച്ചു എന്നുള്ളതാണ്. അടുത്ത നോക്കൂ നിങ്ങള്, അടുപ്പത്തെ പണി ഒരു കടലാഫിസേ അതങ്ങട്ട് തീർന്നു എന്ന് പറയാൻ പറ്റി എങ്ങനെ അല്ലെ, അതിന്റെ പെയിന്റടി പോലെ അല്ലാതെ എന്നല്ല, ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല. ആരാണ്? ചിത്രകാരിയിൽ ഉമ്മ പറയുന്നതാണ് അല്ലെ. ഇത്തരം സമീപനങ്ങളോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? അപ്പൊ നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ വളരെയധികം അല്ലെ മാറ്റമുള്ള ടെക്സ്റ്റ് ബുക്കാണ്. അതായത് കുട്ടികൾക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടെക്സ്റ്റ് ആണ് നമ്മളെ ഈ പുതിയ ടെക്സ്റ്റ്. കാരണം കുട്ടികൾക്കുള്ളിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, നമുക്ക് എവിടെയും കോപ്പി അടിച്ച് എഴുതണ്ടാത്ത ഓരോ കുട്ടികളുടെ ഉള്ളിലുള്ള അവരുടെ ചിന്ത വിമർശനാത്മകമായിട്ടും പൊളിറ്റിക്കലി എന്താണ് അവരുടെ സമൂഹത്തോടുള്ള കാഴ്ചപ്പാടുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരില്ലേ. നമ്മൾ വീഡിയോ നിർമ്മിക്കാനുള്ള വർക്കുകൾ ഉണ്ടായിരുന്നു, പാട്ടുകൾ എഴുതാനുള്ള വർക്ക്, അങ്ങനെ ഭയങ്കര രസമായിട്ടാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് ഉള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യവും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടപ്പോൾ എന്താണ്, കുട്ടികൾക്ക് നമുക്കതെന്താണ് എത്രത്തോളം നമുക്ക് അതിനെ ചിന്തിച്ച് എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഈ ചോദ്യങ്ങളൊക്കെ നമ്മളെ അല്ലെ പരീക്ഷിക്കുന്നത്. അപ്പൊ നമ്മളുടെ സമീപനമാണ്. അപ്പൊ നിങ്ങൾ എന്താ അതിന് ഏത് രീതിയിലാണ് എഴുതേണ്ടത്? നമ്മുടെ സ്വന്തം അഭിപ്രായമാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത് അല്ലെ. അപ്പൊ ഒരു സ്ത്രീയായ ഉമ്മ തന്നെയാണ് ആരോട് പറയുന്നത്? ഫിസേനോട് പറയുന്നത് അല്ലെ. ഫിസ എന്ന് പറയുന്ന പെൺകുട്ടിയോട് അടുക്കള ജോലിയാണ് ഏറ്റവും വലിയ ജോലി അല്ലെ, അതങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ തീരുമൊന്നുമില്ല അല്ലെ. അപ്പൊ സ്ത്രീകൾ എന്നും എന്താണ് അടുക്കള ജോലി ചെയ്യേണ്ടവരാണ്, കുട്ടികളെ നോക്കേണ്ടവരാണ്, കലാപരമായിട്ടുള്ള കഴിവുകളും ഈ പറയുന്ന സർഗശേഷിയും വാസനയും അല്ലെ ഇതൊക്കെ ആർക്കുള്ളതാണ്? പുരുഷന് മാത്രമുള്ളതാണ് എന്ന് ആര് ബോധ്യപ്പെടുത്തുകയാണ്? ആ ഉമ്മ തന്നെയാണ് മറ്റൊരു പെൺകുട്ടി എന്ത് ചെയ്യുന്നത് ഇവിടെ ബോധ്യപ്പെടുത്തുന്നത് അല്ലെ. അപ്പൊ സമകാലിക സമൂഹത്തിൽ ഇത്തരം പ്രവണതകൾ എന്താണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അല്ലെ. കാരണം പുതിയ കാലത്ത് ആൺ പെൺ അല്ലെ ജെൻഡർ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ, ലിംഗഭേദമില്ലാതെ എല്ലാവരും എന്ത് ചെയ്യണോ ഒരുപോലെ അല്ലെ മാറേണ്ട ആവശ്യകതയെ കുറിച്ച് നമ്മൾ കുറെ കൂടെ എന്താണ് എഡ്യൂക്കേറ്റഡ് ആണ് അല്ലെ. നമ്മൾ അത്തരം സൊസൈറ്റിയിലാണ് എന്ത് ചെയ്യുന്നത് വളരാൻ ആഗ്രഹിക്കുന്നത് അല്ലെ. നിങ്ങൾ എല്ലാവരും അങ്ങനെയല്ലേ ആഗ്രഹിക്കണേ? അല്ലെങ്കിൽ നമുക്ക് ആൺകുട്ടികളായതുകൊണ്ടുള്ള പ്രിവിലേജ് വേണം, അല്ലെങ്കിൽ പെൺകുട്ടികളായതുകൊണ്ട് ഇങ്ങനെ നിൽക്കണം, അങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുകളുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ആണും പെണ്ണും എന്നതിനപ്പുറത്തേക്ക് എല്ലാവരെയും മനുഷ്യരായിട്ട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളെല്ലാം സ്വപ്നം കാണേണ്ടത് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതികരണമാണ് എന്ത് ചെയ്യേണ്ടത് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ 3 മാർക്കാണ്. കഥ എഴുതാൻ നിൽക്കരുത്. 1, 2, 3 മാക്സിമം 4 അല്ലെ, അത്രയും വാക്യങ്ങളിൽ എന്ത് ചെയ്യണം നമ്മൾ ഉത്തരം എഴുതി അവസാനിപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ 1 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് 5 മാർക്കിന്റെയോ 7 മാർക്കിന്റെയും ചോദ്യങ്ങൾ കൂടെ എന്ത് ചെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഒരു സംശയങ്ങളൊക്കെ മാറി കിട്ടിയല്ലോ. എങ്ങനെയാണ് പരീക്ഷയെ നമ്മൾ മലയാളം പരീക്ഷയെ പേടി കൂടാതെ അല്ലെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ അല്ലേ, നിങ്ങൾ സഹിച്ചല്ലേ? അപ്പൊ നിങ്ങൾക്ക് പേടിയില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കണം. അവരൊക്കെ എങ്ങനെയാണ് അല്ലെ നമ്മൾ പരീക്ഷയെ നേരിടേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുത്ത് എല്ലാവർക്കും ഒരു മോട്ടിവേഷനൊക്കെ കൊടുക്കുക കേട്ടോ. സെറ്റായിട്ടിരിക്കാൻ പറയാം. നമ്മൾ ഇനി പഠിച്ചാലും എന്ത് ചെയ്യും, നമ്മൾ നല്ല മാർക്കൊക്കെ വാങ്ങും എന്നൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ കൊടുക്കാൻ പറ്റട്ടെ നിങ്ങൾക്കും അല്ലെ. പഠിക്കാനാവട്ടെ, എല്ലാ വിഷയങ്ങളും ഇതേപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാനാവട്ടെ അല്ലെ. അപ്പൊ എല്ലാവരും അല്ലെ എന്താ പറയുക ശ്രദ്ധിക്കുക, നല്ല വെള്ളമൊക്കെ കുടിക്കുക, നോമ്പൊക്കെ ഉള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുക, ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക അല്ലെ. ചാടാനും തുള്ളാനും ഒന്നും പോവരുത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ നമുക്ക് എന്താ പറയാ വളരെ വളരെ പ്രധാനപ്പെട്ട സമയമാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക, അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ. നമുക്ക് വീണ്ടും കാണാം. ബൈ.